ഉപദേശിക്കേണ്ടവർക്കറിയണം എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, വളരെ സൗമ്യമായ വാക്കുകളെ നിങ്ങൾ പറയാവൂ എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും അള്ളാഹു പറഞ്ഞു. സോഫ്റ്റായിട്ടേ സംസാരിക്കാവൂ. സോഫ്റ്റായിട്ട് സംസാരിക്കാൻ ആരോടായി പറയണത്? ഫറോവയോട്. ലോകത്തൊരുപാട് നാസ്തികർ വന്നിട്ടുണ്ട്, ലോകത്ത് ഒരുപാട് യുക്തിവാദികൾ വന്ന ലോകമാണ്, ഇപ്പോഴുണ്ട്. അതിനൊരു സംഘം വേറെ നടക്കുന്നുണ്ട്, പോട്ടെ, അവർക്ക് പിന്നെ ഒന്നും ആലോചിക്കാനല്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് ആ പോളിസി. മനസ്സിലായിക്കോളും, നമുക്കവരെ വിടാം. പക്ഷെ യുക്തിവാദികളിൽ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ ആളുകൾ വളരെ കുറവാണ്. കോർണിയെ തമാശക്ക് ഐ ആം ഗോഡ് എന്നൊക്കെ പറഞ്ഞ റാപ്പറല്ലേ, ബോധമില്ലാതെ പറഞ്ഞത്. മുപ്പര് പോയിട്ട് തല ഒരു പോസ്റ്റ് പോയിട്ട് തല ഇടിക്കുന്നുണ്ട്. നമ്മളെ കണ്ണ് കാണാത്ത ദൈവമാണ് മുപ്പരക്കനെ മനസ്സിലായത്. ഐ ആം ഗോഡ്, ഹു ഡു യു തിങ്ക് ഐ ആം ഗോഡ്, ഐ ആം ഗോഡ്, ഞാൻ തന്നെ പടച്ചോ എന്നൊക്കെ പറഞ്ഞ് സോങ് എഴുതിയ മനുഷ്യനാ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആള് കോർണിയെ. പക്ഷേ ഫറോവ് അങ്ങനെയല്ല. അലൈസലീ മുൽക്കു മിസ്ർ, ഈജിപ്തിലെ പിഞ്ചു പൈതങ്ങളെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞ ക്രൂരനാണ് അയാൾ. പെണ്ണുങ്ങളെ അപമാനിച്ചു. മൂസ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ അലൈഹിസ്സലാമിനെയും നാടുകടത്താൻ കുതന്ത്രങ്ങൾ മെനഞ്ഞ ഫറോവ, ഞാനാണ് പടച്ചവനെന്ന് സ്വയം അവകാശപ്പെട്ട ആൾ ദൈവം, ആ മനുഷ്യന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ വാക്കുണ്ട്, പോയിക്കോളൂ, ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ. നിങ്ങൾ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 36,000-ഓളം വരുന്ന പോലീസുകാരും പട്ടാളക്കാരും ഫറോവയുടെ കൊട്ടാരത്തിന്റെ മുമ്പിലുണ്ട്. അവസാനത്തെ ഗേറ്റും കടന്ന് മൂസ നബി ചെല്ലുമ്പോഴാണ് വടികൊണ്ടൊരടി കൊടുത്തത്. ഗേറ്റിൽ ദേഷ്യം വന്നിട്ട്. അപ്പൊ പാറാവുകാര് പറഞ്ഞു, ഇതാ ഒരു ഭ്രാന്തനാണ് വരുന്നത്. മൂസാ നബി ഇത് കേട്ടിട്ട് പറഞ്ഞു, ഞാനല്ല ഭ്രാന്തൻ, ഭ്രാന്തിന്റെ മരുന്നുമായിട്ടാ ഞാൻ വരുന്നത്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, സോഫ്റ്റായിട്ട് സംസാരിച്ചാൽ മതി മൂസ നബിയെ, അള്ളാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഉറപ്പാണ്. പിന്നെ ഇപ്പൊ അവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ. ഫറോവ എന്താണോ പറയുന്നത് അത് കേൾക്കാനും നിങ്ങളെ കാണാനും നിങ്ങളെ കേൾക്കാനും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് മൂസ നബിയെ, ഹാറൂൻ നബിയെ, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അള്ളാഹ് വഹീ കൊടുത്ത് പറഞ്ഞയക്കുന്ന നബിയോട് പറയാണ്, ഫറോവയോട് ചെന്ന് ആക്രോശിക്കേണ്ടതില്ല, ഫറോവക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെയാണ്. എന്നാലും മൂസ നബി അലൈഹിസ്സലാമിനോടും അള്ളാഹു പറയുന്നത്, ഞാൻ കൂടെയുണ്ട്, ഒന്നും പേടിക്കണ്ട. പക്ഷേ ഫറോവയോട് സംസാരിക്കുമ്പോൾ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു. പേര് വിളിച്ച് ആക്ഷേപിക്കരുത്, നാണം കെടുത്തരുത്. അയാൾ രാജാവാണല്ലോ, എന്തായാലും അയാളുടെ സ്ഥാനപ്പേര് വിളിക്കണം. അബൂ മുറ, അവരുടെ പേരതാ. മുറ എന്ന് പറഞ്ഞാൽ കയ്പ് എന്നാ. അലിമിങ്ങൾ പറഞ്ഞു, മററഹുല്ലാഹു ഫീ നാരി ജഹന്നം, നരകത്തിന്റെ തീയിലിട്ട് അല്ലാഹ് അവനെ കയ്പാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അബൂ മുറ, അബൂ മുറ എന്ന് വിളിക്കുമ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാ അബാ മുറ, ഫിർഔനെ എന്ന് വിളിക്കരുത്, യാ അബാ മുറ. കാരണം അയാൾ ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ്. ആ മനുഷ്യന് നിങ്ങൾ നന്മ പറഞ്ഞു കൊടുക്കാനാണ് പോകുന്നത്. ഒരു പൊസിഷനിലിരിക്കുന്ന ആളെ എടുത്ത് ചവിട്ടി താഴ്ത്തി ചതച്ചരച്ചിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ആരും കേൾക്കൂല. എന്തേ? അവിടെ ഒരു പിശാച്ച് വർക്കൗട്ടാവും, ഒരു ഈഗോ വർക്കൗട്ടാവും. ഈ ഈഗോ എന്ന് പറഞ്ഞാൽ ശരിക്കും പിശാച്ചാണ്. ഞാൻ എന്തിനു കേൾക്കണം? അവൻ എന്തിനെ എന്നെ അങ്ങനെ പെരുമാറിയത്? എന്നെ എന്തിനെ ഇങ്ങനെ നാണം കെടുത്തിയത്? എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനെ അങ്ങനെ ചെയ്തത് എന്നൊരാൾക്ക് തോന്നും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. ഹാറൂൻ റഷീദിന്റെ മുമ്പിലേക്ക് അന്നത്തെ ഒരു വലിയ വാഴ് പറയുന്ന ഒരാൾ വന്നിട്ട് പറയുന്നു, ഹാറൂൻ റഷീദേ, നിങ്ങളോട് 2 വർത്താനം പറയാൻ വേണ്ടി ഞാൻ വന്നതാട്ടോ. ഞാൻ ഇച്ചിരി കനപ്പിച്ച് പറയും, അതിലൊന്നും എന്നോട് വിചാരിക്കേണ്ട, ഞാൻ വെട്ടി തുറന്ന് പറയാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ നിക്ക്, ഞാൻ കേൾക്കൂല, വല്ലാഹി ലാ അസ്മഅ, വല്ലാഹി ലാ അസ്മഅ, വല്ലാഹി ലാ അസ്മഅ, ഞാൻ കേൾക്കൂല. എന്തേന്ന് ചോദിച്ചു. നിങ്ങളെക്കാളും മുന്തിയ 2 ആളെ, എന്നെക്കാളും മോശപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് അള്ളാഹ് പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞു, നല്ലൽക്ക് വർത്താനം പറഞ്ഞോളീന്നാ. നിങ്ങൾ മൂസാ നബിനേക്കാളും ഹാറൂൻ നബിയേക്കാളും മുന്തിയ ആളൊന്നല്ലല്ലോ, അല്ല. ഞാൻ ഫിറഔനേക്കാളും മോശമൊന്നല്ലല്ലോ, അല്ല. എന്നാൽ പിന്നെ ടോണൊന്ന് മാറ്റിയിട്ട് പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ കേൾക്കാൻ നിൽക്കുള്ളൂ. ഹാറൂൻ റഷീദിന്റെ മറുപടിയാണ്. ഇതൊരു പാഠമാണ്.
നമ്മുടെ മുതഅല്ലിമീങ്ങളോടൊരു വിഷയം തിരുത്തി കൊടുക്കുകയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഖത്തീബ് ഉസ്താദുമാർ വെള്ളിയാഴ്ചയൊക്കെ ഇപ്പോൾ ജുമുഅക്ക് ശേഷമോ മറ്റൊക്കെ ചില പ്രഭാഷണങ്ങളുണ്ടാവും. നാട്ടിൽ എന്തെങ്കിലും ഒരു കല്യാണം നടന്നു, അപ്പോൾ ആ കല്യാണത്തിൻ്റെ പുരക്കാരെ പേര്, ഒരു അഡ്രസ്സ്, പുതിയണ്ണിൻ്റെ പേര്, പുതിയാപ്പളിൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ആക്ഷേപിക്കരുത്. മാ ബാലു അഖ്വാം, എന്താ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? പുണ്യനബി അങ്ങനെ പറയാ, ഒരാൾ ചെയ്ത തെറ്റായിരിക്കും, പക്ഷെ തങ്ങൾ എന്താ പറയാന്നറിയോ? ആളുടെ പേരെടുത്ത് പറയൂല. മാ ബാലു അഖ്വാമിൻ, എന്താണ് ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? അത് ശരിയല്ലല്ലോ. ചില ആളുകൾ എന്ന് പറയും. അഖ്വാം, ഖൗം എന്ന് പറഞ്ഞാൽ തന്നെ ആയിരക്കണക്കിന് ആൾ വരും ഒരു ഖൗമില്. അങ്ങനത്തെ ഒരുപാട് ഖൗമുകളുടെ അവസ്ഥ എന്താണ് അവരിങ്ങനെ ചെയ്യുന്നത്? ഒരാൾ ചെയ്തെടുത്ത് നബി തങ്ങൾ പറയുന്ന വാക്ക് അഖ്വാം, ഖൗമുകൾ എന്നാണ്, സമുദായങ്ങൾ എന്നാണ് പറയാ. എന്തേ പേരെടുത്ത് പറയരുത്? അപ്പോൾ അവിടെ വൈരാഗ്യം വരും, അപ്പോൾ മഹലിൽ പ്രശ്നം ഉണ്ടാവും, അപ്പോൾ അവിടെ കച്ചറയാവും, അവിടെ ആകെ ബഹളാവും. ഒരു തിന്മയെ നിങ്ങൾ തിരുത്തുകയാണ്, പക്ഷേ ഖൂലാലഹു ഖൗലൻ ലയ്യന, ശരീഅത്ത് എത്ര വ്യക്തമാണ്. വിഷയം മാത്രം സംസാരിച്ചാൽ മതി. അവിടെ ആരെയും പേരെടുത്ത് പറയുകയോ വ്യക്തിയാക്ഷേപങ്ങളോ വ്യക്തികളെ ഹനിക്കുകയോ ഇത് ശരീഅത്തിൽ പാടുള്ളതല്ല. പറ്റും എങ്ങനെയെന്നറിയോ? പച്ചയായി തിന്മ ചെയ്ത് നടക്കുന്ന ഒരു ഫാസിഖാൻ, അങ്ങനത്തെ ഒരു അറിയപ്പെട്ട മുബ്തദിആൻ, അങ്ങനത്തെ ഒരാളെ പേരെടുത്ത് തന്നെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ആളുകൾ വഞ്ചിക്കപ്പെടുമെങ്കിൽ, ദീനിന് ഒരു വലിയ വിപത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. അല്ലാത്തതൊക്കെ ഇദാ ബലഗൽ മാഉ ഖുല്ലതൈൻ ലം യഹ്മിലിൽ ഹദസ്, അങ്ങനെയാണ്.